ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ടി വ്ലോഗാണ്. ഇന്ന് ഞാൻ ഒന്ന് പുറത്തു പോകണമെന്ന് പറയുമ്പോൾ ഞാൻ മിലുവിൻ്റെ കോളേജ് വരെ പോവാണ്. ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് വലിയ കാര്യത്തിന് പോകണമെന്ന്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ മിലു സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പോകണമുണ്ട്. കണ്ടോണേഷൻ അടക്കാണ്ട് അവർക്ക് എക്സാം എഴുതാൻ പറ്റില്ല. സോ അത് അടക്കണമെങ്കിൽ കിട്ടിയെന്ന് ആരെങ്കിലും വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോകണേണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ നമുക്കിതൊന്നും ചെറിയൊരു വ്ലോഗാക്കാം. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയില്ലേ ഞങ്ങൾക്കും നിങ്ങൾക്കും. അപ്പം നിങ്ങൾക്കും കാണാമല്ലോ. അപ്പം അവളുടെ കോളേജ് കളമശ്ശേരിയാണ്, പോളിടെക്നിക്കിലാണ്. അപ്പം എൻ്റെ അടുത്ത് 12:00 എത്തണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം 11:55 അപ്പം എനിക്ക് തോന്നണില്ല എത്തുമെന്ന്. എന്നാൽ പോലും ഞാൻ എത്താൻ ശ്രമിക്കാം ഒരു 12:30 അപ്പം നല്ല വെയിലാണ്, വണ്ടി ഓടിച്ച് പോകണം. അപ്പം ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ മിലുവിൻ്റെ കോളേജിലെത്തി. ഇനി മിലുവിനെ നമ്മളിവിടെ നിന്ന് അന്വേഷിക്കണം. മോളിൽ നിന്ന് ഹായ് കാണിക്കുന്നുണ്ട്, പക്ഷേ കാണിച്ചായിരുന്നു, പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല. തപ്പട്ടെ. നമ്മളോളെ കണ്ടുപിടിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടു ഗൈസ്. ഭയങ്കര കലാപമാണ്. മിലു കാരണം ഇവിടെ ഫുള്ള് അല്ല എനിക്കല്ലേ എന്നോട് ചിത്തേട്ട് തന്നാൽ പോലും ഞാൻ കേൾക്കേണ്ടി വന്ന സൈഡിൽ നിന്ന്. പിന്നെ ഇവിടെ KSUക്കാരും SFIക്കാരും തമ്മിൽ ഇടിയാണ്. ഇടിയല്ല ഗൈസ്, നമുക്ക് ഇവിടെ വെള്ളിയാഴ്ച ഇലക്ഷൻ. മനസ്സിലായില്ലേ? ഇപ്പം പ്രിൻസിപ്പലിനെ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കണം അവിടെ. ക്യാൻറ്റീനിലാണെന്ന് വെച്ചാൽ എനിക്കറിയാം നിങ്ങളെവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണമെന്ന്. ഞാൻ പറഞ്ഞു മിസ് ഫുഡ് കഴിക്കാൻ പോകണം. ഞാൻ ക്യാൻറ്റീനിലായിരിക്കും. അപ്പൊ താഴത്തെ കൂടെ ആണെങ്കിൽ കാണാലോ. ഇവിടെ ഈ KSUവും SFI ആയിട്ട് യുദ്ധമായതുകൊണ്ട് ഭയങ്കര ചുപ്പാനാണ്. അപ്പൊ എനിക്ക് അവിടെ നിന്നിട്ട് പറ്റണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ താഴ്ത്തി ഇരിക്കാന്ന്. അങ്ങനെ താഴ്ത്തി പറഞ്ഞു. പക്ഷെ മിസ് മകളുണ്ട്. മിലുവിൻ്റെ വിജയനമ്പിച്ച കോളേജ്. ഇവരൊക്കെ നേരത്തെ വന്ന മിലു. ഇവരൊക്കെ നേരത്തെ വന്നു. നമ്മളിപ്പം അല്ലെങ്കിൽ ഈ മിലുവിൻ്റെ പൊട്ട കോളേജിലൊന്നും ഫുള്ള് ലാഗാണ്. മനസ്സിലായോ? നമ്മൾ ടീച്ചർമാരെ കാണുമ്പോൾ എനിക്ക് തുറന്നു വെച്ച് കൊടുക്കാൻ തോന്നും. കാരണം ഇഷ്ടമല്ല പിടിക്കുക ക്യാമറ. ഓക്കെ, വീഡിയോ ഫോട്ടോ എടുക്കാൻ അറിയാൻ പാടില്ല. അപ്പം നമുക്കിപ്പം ആൾക്കാരൊക്കെ എല്ലാം പേപ്പറിൻ്റെ സംഭവങ്ങളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇത് ഇത്രയും പേപ്പറുണ്ട് കൈസ്. ഇത് നമ്മൾ എടുത്തിട്ട് പ്രിൻ്റ് എടുക്കണം. അപ്പം ഒരു കാര്യമില്ല, അവർ വെറുതെ എടുത്തിട്ട് അവിടെ കൊണ്ട് അവരെ ഏൽപ്പിക്കണമെന്നൊക്കെ. അത് കഴിയുമ്പോൾ കഴിഞ്ഞ്. ഇപ്പം എനിക്ക് വന്നിട്ട് പോകാനുണ്ടായിരുന്നതേ ഉള്ളൂ. അപ്പോൾ ലാഗടിച്ച് ഇവിടെ ക്ലാസ് കഴിയാനുള്ള സമയം. അത് നമ്മളിനി ഒരുമിച്ച് പോകുന്നു, ഷേക്ക് കുടിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അതാണ് ഗൈസ് നമ്മുടെ ക്യാൻറ്റീൻ. നമുക്ക് ഒരു ക്യാൻറ്റീനുള്ളൂ. അപ്പുറത്ത് GPTC ഉണ്ട്. അപ്പോൾ അതും ഞങ്ങളുടെ ഇതും ഒക്കെ ഒരുമിച്ചാണ്. അത്യാവശ്യം നല്ല ക്യാൻറ്റീനാണ്. മിലു പഴംപൊരി ചായ വാങ്ങിച്ചത് നോക്കി 4 പൈസ വരും, ഞാൻ മേടിച്ചു കൊടുക്കും. നമ്മൾ ഫോട്ടോ പ്രിൻറ്റ്സ് എടുക്കാനായിട്ട് കോളേജിൻ്റെ പുറത്തോട്ട് പോകണേണ്. വണ്ടിക്ക് പോയി എടുക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മുടെ കോളേജിൻ്റെ ഗേറ്റ് അടച്ച് കഴിച്ചു. അതുകൊണ്ട് GPTC ഇവരുടെ മറ്റേ പോളിടെക്നിക്കിൻ്റെ തന്നെ മിക്സ്ഡ് ഉണ്ടല്ലോ, ആ വഴി കൂടി നമ്മൾ നടന്ന് പുറത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പ്രിൻ്റ് എടുക്കും. ഇവിടെ ഫുള്ളിപ്പം എലക്ഷൻ ആയതുകൊണ്ട് ഫുള്ള് പാർട്ടി വൈബാണ്. മിലൂസ് KFC ഈശ്വര ഭഗവാൻ KFC അല്ല, ഞാൻ SFI എന്നാണ് ഉദ്ദേശിച്ചത്.
പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, പാർട്ടി ഓഫീസാണെന്നാണ് വലിയ പറയണത്. കാടിൻ്റെ ഇടയിൽ കൊള്ളാല്ലേ, സാധനം കൊള്ളാം, സെറ്റ്. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ്റെ എൻട്രൻസ്. ഈ ക്യാൻറ്റീൻ നമ്മുടെ മറ്റേ കേരള ഫൈൽസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഹോട്ട്സ്റ്റാറിൽ അജു വർഗീസിൻ്റെ ഒരു സംഭവം ഉണ്ട്. അതിലുണ്ടോ ക്യാൻറ്റീനെ കാണിക്കണം. അത്ര നേരത്തെ ഒന്നുമല്ല, ഞാൻ അരമണിക്കൂർ പോസ്റ്റ് അടിച്ച് ഡ്രാമ കണ്ട് സമയം കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെയല്ല ഗൈസ്, നമ്മള് 4 മണിക്കാണ് കോളേജ് കഴിയണത്, 3:30 ഇറങ്ങി. മഴയത്ത് ഞാൻ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ടാ പോണം. ഭയങ്കര പൊട്ടിയാണ് ഉണ്ടാവുന്നത്. നമ്മള് മഴക്ക് മുമ്പ് വീട്ടിലെത്തുമോ നോക്കണം. കേൾക്കണുണ്ടാവില്ല കാരണം ഭയങ്കര പ്രതീക്ഷിക്കുന്നു. ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് കേൾക്കുമെന്ന് അറിയില്ല. നമുക്ക് ഭയങ്കര വിശക്കുന്നുണ്ട്, കാരണം ഒന്നും കഴിച്ചിട്ടില്ലേ. പോണ വഴിക്ക് നല്ല ഷേക്ക് കഴിച്ചിരുന്നു. ശരിടാ പിന്നെ നമ്മള് അവിടെ കടമൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നല്ല, പക്ഷെ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ സ്ഥിരമായതുകൊണ്ടും ഇവിടെ സമാധാനത്തിലിരിക്കാം. ഇത് നമ്മുടെ മുതുക്കുമ്പടുത്ത ബെസ്റ്റ് അവിടെയാണ്. അപ്പോൾ ഇവിടെ വന്ന് എന്താണ് ഓർഡർ ചെയ്തത്? നമ്മളൊരു ബട്ടർ സ്കോച്ച് ഷേക്കും ചോക്ലേറ്റ് ഷേക്കും പറഞ്ഞിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് വെക്കും, ചോക്ലേറ്റ് എനിക്കും. അതെ, അപ്പം അങ്ങനെ ഷേക്ക് കുടിച്ചിട്ട് വീട്ടിൽ പോവാം. മിലുവിന് അങ്ങനെ ഷേക്ക് കിട്ടിയങ്ങനെയാണ്. എനിക്ക് വിശന്നിട്ട് വയ്യ, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. നമ്മൾ പിന്നെ കട്ട്ലറ്റും ചിക്കനും റോളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി വരണം. നമ്മുടെ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്താ പറയാനുള്ള? കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് നീണ്ട യാത്രക്ക് ശേഷം വീട്ടിലെത്തി. മഴ നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ ലൈക്ക് നേരത്തെ പൊടി മഴയായിരുന്നു, പക്ഷെ നമ്മ ഇറങ്ങിയപ്പം ഭയങ്കര മഴ തുടങ്ങാൻ പോണ. ഭാഗ്യം നമ്മൾ മഴയത്ത് പെട്ടില്ല, നമ്മൾ ബുദ്ധിപൂർവ്വം പെട്ടെന്ന് വന്നു അല്ലേ. ജസ്റ്റ് മിസ്സിന് നമ്മള് വീട്ടിലെത്തി, നനഞ്ഞില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ മിലുവിന്റെ കോളേജ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. വ്ളോഗ് ഇതോടെ അവസാനിക്കുന്നു. ഇനി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പോകുമ്പം ഞാൻ ഇതുപോലെ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കാം. എല്ലാം കൂടി മാനേജ് ചെയ്തെടുത്തുകൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കണം. അപ്പൊ നമുക്ക് ഇനി വേറൊരു ദിവസം കാണാം. ബൈ.